ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വഴുതനങ്ങ കൊണ്ട് മെഴുക്ക് പറ്റി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഞാൻ വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. ഈ മെഴുക്ക് പറ്റി ഉണ്ടാക്കാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിലെ 4 വഴുതനങ്ങയാണ് കേട്ടോ ഞാൻ പറിച്ചെടുത്തിട്ടുള്ളത്. ഈ വഴുതനങ്ങ മുറിച്ചിട്ട് വെള്ളത്തിൽ 5 മിനിറ്റ് ഇട്ട് വെച്ചതിനിട്ടത്. ഈ വഴുതനങ്ങയ്ക്ക് ഒരു കറുണ്ട്, അതുകൊണ്ട് 2-3 പ്രാവശ്യം കഴുകിയിട്ട് വേണത് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം വഴുതനങ്ങ മുഴുവനും ഊറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ വെക്കുക. ആ വഴുതനങ്ങേൻ്റെ കറിയും ആ വഴുതനങ്ങയിലുള്ള ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലോണം ഊർന്ന് വരും അങ്ങനെ 5 മിനിറ്റ് വെക്കുമ്പോൾ. അപ്പോഴേക്കും ഇതിലേക്ക് ഒരു സവാളയും ഒരു പച്ചമുളകും മുറിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ആ വഴുതനങ്ങ ഒന്ന് അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കുക. അപ്പോൾ നല്ലോണം വെള്ളം ഊർന്ന് വന്നിട്ടുണ്ട്. അത്രയും വെള്ളം ഊർന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കുക. ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. 1/2 ടീസ്പൂണ് കടുകിട്ടിട്ട് പൊട്ടിക്കുക. അപ്പം കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഞാൻ ഒരു സവാള അരിഞ്ഞു വെച്ചത് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. സവാള പച്ചമണം മാറുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഊറ്റി വെച്ച വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ വഴുതനങ്ങയ്ക്ക് വലിയ വേവൊന്നുമില്ല കേട്ടോ. ഈ സമയത്ത് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. തീരെ വെള്ളമില്ലാത്തതല്ലേ, ഹൈ സ്പീഡിൽ കത്തിച്ചാൽ ഇത് അടി കരിയാനുള്ള സാധ്യത ഉണ്ട്. ഒരു മൂടിയെടുത്ത് അടച്ച് വയ്ക്കുക. ആവി കിടന്നൊന്ന് വേവട്ടെ. ഇതൊന്ന് തുറന്ന് വെക്കുക. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ചില കഷ്ണങ്ങളൊക്കെ ഒന്നും കൂടി വേവാണ്ട് ഒന്നും കൂടി ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് 2 മിനിറ്റും കൂടി ഒന്ന് ആവി കയറ്റിയെടുക്കുക അടച്ചു വെച്ചിട്ട്. അപ്പോഴേക്കും 2 കാന്താരി, 2 വെളുത്തുള്ളിൻ്റെ അല്ലിയും ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടി ചതച്ചെടുക്കണം. മൂടി തുറന്ന് വെക്കുക. ഇപ്പം നല്ലോണം വഴുതനങ്ങയൊക്കെ വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും ആ ചതച്ചെടുത്ത വെളുത്തുള്ളി, ചുവന്നുള്ളി, കാന്താരിമുളക് കൂട്ടും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ആയാലും ഉപ്പേരി ആയാലും ചിലർക്കെങ്കിലും ഇഷ്ടമില്ലാത്തവരുണ്ടാവുമല്ലോ. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. ഏത് ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇപ്പം മെഴുക്ക് പുരട്ടി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കുക. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുക. എൻ്റെ ഫോണിൻ്റെ ക്യാമറയിൽ എന്തോ എണ്ണയോ മെഴുക്കോ എന്തോ ആയിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു ക്ലിയർ ഇല്ലാത്തത്. പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതുകൊണ്ടാണ് ഈ ഫോട്ടോ ക്ലിയർ ഇല്ലാത്തത്. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. കമൻറ്റും എഴുതി അറിയിക്കണേ.